ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ മൃഗ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ മെഡിസിനെ കുറിച്ചിട്ടാട്ടോ. ഞാൻ അത് എന്തിനൊക്കെ ഗുണം ചെയ്യും, കോഴികൾ വളർത്തുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോണൊക്കെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പക്കപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനാണ് കേട്ടോ എനേബിൾ ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ ചെയ്തത് കണ്ട കൂട്ടുകാർക്ക് അറിയാം. അതിൽ ഞാൻ പറയുന്നുണ്ട് ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതെനിക്കറിയാതെ കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഇപ്രാവശ്യം ഞാൻ മുൻകരുതലായിട്ട് തന്നെ ബോട്ടിൽ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ ചോദിക്കുന്നറിയാം, ചോദിച്ചും ചെയ്തു. അപ്പം ഞാനത് കൊടുത്ത് അവരെനിക്ക് കുറച്ച് ഒരു യെല്ലോ കളറിലുള്ളതാ ഈ മെഡിസിൻ തന്നു കേട്ടോ. അപ്പോൾ ഇത് പൗഡറാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തു വെച്ചതാണ്. ക്ഷീണമൊക്കെ ഉള്ള സമയത്ത്, ചൂട് കൂടുന്ന സമയത്ത് അവർക്ക് ക്ഷീണം ഉണ്ടാവും. തൂക്കാണോ എന്ന് ചോദിച്ചാൽ തൂക്കല്ല, അവരങ്ങനെ കിടക്കും. ആ സമയത്ത് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കോഴികൾക്ക് അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ബാക്കിയായിട്ടുണ്ട് കേട്ടോ. വേറെ ആരോ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ എടുത്തു വെച്ചതാണ്. വല്ലപ്പോഴും ഞാനിത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല ക്ഷീണത്തിനൊക്കെ പെട്ടെന്ന് മാറ്റം കിട്ടുന്നത് കണ്ടിട്ടുണ്ട് ഉണ്ടായ സമയത്ത് ഇട്ട് കൊടുത്തപ്പോൾ. ഈ യെല്ലോ ബോട്ടിലുള്ളത് അതെനിക്ക് തോന്നുന്നത് അവരതിലെന്തോ പൗഡർ ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിസിൻ ഗുളിക എന്തോ സെപ്പറേറ്റ് കലക്കി ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിലിങ്ങനെ കാണരുത് വൈറ്റ് പൊടി ഇങ്ങനെ. അപ്പോൾ ഇതെങ്ങനെയാണല്ലോ സ്റ്റോർ ചെയ്യേണ്ടത്, എന്താണിത്, എവിടെയാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ബാക്കി വരുമല്ലോ നമ്മൾ കൊടുത്തതിൻ്റെ ബാക്കി, അതൊക്കെ ഞാൻ കാണിക്കട്ടോ. അപ്പം നമുക്കിന്ന് കോഴികളടുത്തേക്കൊന്ന് ചെല്ലാം. അപ്പോൾ അവർക്ക് അവരെ ഓരോരുത്തരായിട്ട് എനിക്ക് കിട്ടണമല്ലോ. എൻ്റെ മോനാണെങ്കിൽ നേരത്തെ അയച്ചു വിടുകയും കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവരെ കിട്ടാൻ മാർഗ്ഗങ്ങളാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് ഈ പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത വീട്ടിലൊക്കെ ചുമയുള്ള കോഴികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കി, ഇവർക്ക് ചോറ് കൊടുക്കുന്നതും കുറച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വല്ലപ്പോഴും ബാലൻസ് ഉള്ള കറിയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ കളയുമ്പോൾ എവിടെ കളഞ്ഞാലും ഇവരെടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കല്ലേ നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ അരിത്തവിട് ഉണ്ടായിരുന്നു, ഒരു സൂമി മാതിരി. അത് ഇവർക്ക് വലിയ ഇഷ്ടമല്ല. അപ്പം ഞാനിത് കൊട്ടിയിട്ട് എന്ത് ചെയ്ത്, അവരെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് കുതിർക്കാൻ നേരത്തെ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പാറ്റി കൊടുത്തിട്ട് വെള്ളം ഒന്ന് തളിച്ച് ഇതിങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതിലൊരു സ്പൂണിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടതാ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാ കേട്ടോ. ചിലപ്പോൾ ഇവർക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് പതുക്കെ വല്ലപ്പോഴും വന്ന് വിശക്കുമ്പോൾ എടുത്തിട്ട് അങ്ങ് കഴിച്ചോളും. കാരണം അവർ ഈ ബൗണ്ടറിൽ ഞാൻ ഇവിടെ വലയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ, അവരിവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇടയ്ക്ക് വന്ന് കൊത്തി കൊത്തി അങ്ങ് തീർത്തോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കൊത്താൻ വേണ്ടി വരുന്ന സമയത്ത് എനിക്ക് ഇവരെ പിടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ കാണട്ടോ അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ വരാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അല്പം അരിമണി ഇട്ട് കൊടുത്തത് അതിലേക്ക്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പൊടി അകത്തായിക്കോളുമല്ലോ. അതാണ് ഞാൻ ചെയ്തൊരു ട്രിക്ക്. അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവരെങ്ങനെ ഓരോരുത്തരായിട്ട് പിടിക്കാനുള്ള ശ്രമമാണ് കേട്ടോ. ഇവരിപ്പോൾ ഒന്ന് കഴിക്കുമ്പോൾ കഴിച്ചോട്ടെ എന്നും കരുതി. കാരണം കഴിക്കുന്ന സമയത്തല്ലേ അങ്ങനെ ആർത്തിയോടെ കഴിക്കുമ്പോൾ അങ്ങ് വയറ്റിലേക്ക് അങ്ങ് പൊയ്ക്കോട്ടെ വിചാരിച്ചു. ഇവന് ഭയങ്കര കൊത്താണ് കേട്ടോ. മറ്റുള്ള കോഴികളൊക്കെ നന്നായിട്ട് കൊത്തും, ഈ ബ്ലാക്ക് കോഴി. അങ്ങനെ ഒക്കെയാണ് ഇവൻ്റെ ഒക്കെ ഒരു സ്ഥിതി. അപ്പോൾ ഇവർ അങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കഴിച്ച് അതിൻ്റെ കൂടെ ഞാൻ അരിമണി ഇടയ്ക്കിട്ട് കൊടുക്കും. അപ്പോൾ ഇവർ വീണ്ടും ഓടി വന്ന് കൊത്തും. അപ്പോൾ വെറും അരിമണി മാത്രമല്ലല്ലോ അപ്പോൾ ഇവർക്ക് അകത്തേക്ക് പോവുക. അങ്ങനെ അങ്ങനെ പോയിക്കോട്ടെ വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാ ഇവർ ബാക്കോട്ട് പോകുന്നത് കാണുന്നത് കേട്ടോ നിങ്ങൾ. നമ്മളിത് പിടിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരാളൊന്ന് ഡാൻസ് കളിച്ച് കളയാമെന്നുള്ള പോലെ പെട്ടെന്ന് എന്തോ ചെയ്തിട്ട് പോയി ഒരു കോഴി, കണ്ടില്ലേ നിങ്ങൾ. അതെന്താണാവോ അങ്ങനെ, അറിയില്ല. അപ്പോൾ അത് അരിമണി ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെ പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. കാരണം ഇവരെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പ്രയാസമാണ്. നാടൻ കോഴികളെ പ്രത്യേകിച്ച് തീരെ കിട്ടൂല. മറ്റുള്ളവരെ പിന്നെയും കിട്ടും എന്ന് വിചാരിക്കുക, നാടൻ കോഴികളെ കിട്ടാൻ പ്രയാസമാണ് പിടിക്കാനൊക്കെ. എൻ്റെ മോൻക്ക് പെട്ടെന്ന് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അവന് എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് ഇടക്ക് വാങ്ങിയിട്ട്. അതുകൊണ്ട് അവനെ പിടിക്കാൻ വിട്ടില്ല. അവൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കോഴികൾ ഒന്നാകെ പേടിച്ച് വിറച്ച് ഇതിലൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ അവിടെ പിടിക്കണ്ടെന്ന് പറഞ്ഞ് ഇരുത്തിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവരെങ്ങനെ പതുക്കെ പിടിച്ചിട്ട് വേണം എനിക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇവരെടുക്ക് കൊത്തുവിടുന്നതുകൊണ്ട് തന്നെ ഇവരെല്ലാം ചില ആളുകൾക്ക് ഇത് കഴിക്കാൻ വരാൻ വേണ്ടി മടിയാണ്. അവർ നമ്മളില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ തിന്ന് പതുക്കെ അങ്ങ് തീർത്തോളും. വേറൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഇന്നത്തെ ദിവസം. കാരണം അവരത് കഴിക്കട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ ഈ തൊടിയൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നിന്നൊക്കെ ചെതലോ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുമല്ലോ, അത് മതി ഇന്നത്തെ ദിവസം അങ്ങനെ വിചാരിച്ചു. കാരണം ഞാൻ ഈ വൈറ്റമിൻസിൻ്റെ ഗുളിക കാണിച്ചു തന്നിട്ടില്ലേ, അത് ഞാൻ പറയാട്ടോ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ മെഡിസിൻസ് അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്ക് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ചെറിയൊരു പാത്രം എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക ആദ്യം. എന്നിട്ട് നന്നായിട്ട് അടച്ച് മൂടി വെക്കണം, അല്ലെങ്കിൽ ഇവന്മാരെന്നെ തട്ടിയിട്ട് നമുക്ക് പണി തരും. ഇത് ഞാൻ പറയുന്നുണ്ട്, ഈ മെഡിസിൻ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിച്ചതിൻ്റെ ബാക്കി എടുത്ത് വെക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അല്ലെങ്കിൽ ചീത്തയായി പോകും.
അപ്പം ഞാനിതാ ചെറിയ കുട്ടികൾക്ക് നമ്മൾ 5 തുള്ളി വീതം 2 നേരമാണ് കൊടുക്കേണ്ടത് ട്ടോ. ഈ മഞ്ഞ കളറിലുള്ളത് എന്നോട് അങ്ങനെയാണ് കൊടുക്കാൻ പറഞ്ഞത്. മരുന്നിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് മാത്രമുള്ള ചോദ്യമാണ്. അപ്പൊ അവര് തന്നത് മഞ്ഞ കളർ. അതുകൊണ്ടാ ഞാൻ ഇങ്ങളോട് പറഞ്ഞത്. ഈ ഒരു കളറിലുള്ള ഇത് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് 5 തുള്ളി. പിന്നെ വൈകുന്നേരം അവർക്ക് 5 തുള്ളി. അങ്ങനെ 2 നേരം വെച്ച് കൊടുക്കാനാ പറഞ്ഞത്. ചുമ ഉള്ളവർക്ക് ട്ടോ. അപ്പൊ ഇവരില് ഒരാൾക്ക് മാത്രമാണ് ചുമ ഉണ്ടായിട്ടുള്ളത്. ബാക്കി ആർക്കും ഇല്ല. എന്നാലും ഞാൻ എന്താ മുൻകരുതലിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും പിടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പേരെ കിട്ടിയിട്ടില്ല. അവര് പുറത്തേക്ക് പോയിട്ടുണ്ട് ട്ടോ. തുറന്ന ഉടനെ തന്നെ സ്റ്റെപ്പ് കേറിയിട്ട് അവര് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു കോണി വെച്ചിട്ടുണ്ട്. അതിന്മേലാ ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്? കേറി പോയിട്ടുണ്ട്. അവരിനിയിപ്പോ വരല് ചിലപ്പോ മുട്ടയിടാൻ കുറച്ച് കഴിഞ്ഞാൽ വരും. അല്ലെങ്കിൽ വൈകുന്നേരം നോക്കിയാൽ മതി. അതുവരെ കിട്ടില്ല. ഇവനൊക്കെ കിട്ടാൻ പ്രയാസാ. അങ്ങനെ മോൻ പിടിച്ചു തന്നതാ. അപ്പൊ അവനോട് ഞാൻ അവനെ പിടിക്കാൻ പറഞ്ഞു. അവൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയപ്പോ അവൻ പിടിച്ചു തന്നതാണ്. അങ്ങനെ കുട്ടികൾക്ക് ആദ്യം ഞാൻ 5 തുള്ളി വീതം അവർക്കൊക്കെ ഞാൻ ആദ്യം കൊടുക്കുന്നുണ്ട് ട്ടോ. ഇതിലേക്ക് ഞാൻ ലേശം കൂടി പൊടിയും ആ പാത്രത്തിൽ അതൊക്കെ ഒന്ന് വിതറി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അവരങ്ങനെ വരുന്ന സമയത്ത് പിടിക്കാലോന്ന് വിചാരിച്ചിട്ട്. അവർ വിചാരിക്കുന്നത് വീണ്ടും വീണ്ടും ഞാൻ തീറ്റ എന്തോ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പൊ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ ആണ്. അരിമണി കയ്യിൽ നിന്ന് തീർന്നു പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇവരില് ഇതാ ഈ ബ്ലാക്ക് ഇവനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറേ നേരമായി ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്തതാണ്. അവനെ ഒരുപാട് ഓടിച്ചൊക്കെ ചെയ്തിട്ട് എന്നിട്ടും കിട്ടിയിട്ടില്ല. ലാസ്റ്റ് കിട്ടിട്ടോ. അത് മോൻക്ക് തന്നെയാണ് കിട്ടിയത്. എനിക്കല്ല, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാ. ഇവനെ കിട്ടാൻ പണിയാ. ലാസ്റ്റ് കിട്ടി. അവര് 10 തുള്ളിയാണ്. വലിയ കോഴികൾക്ക് 10 തുള്ളി ഇതാണ് കേട്ടോ. ഈ മഞ്ഞ കളറിലുള്ള ഈ മെഡിസിൻ കൊടുക്കേണ്ടത്. അത് രാവിലെ 10 തുള്ളി, വൈകിട്ടും 10 തുള്ളി. 2 നേരം വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. അസുഖമൊന്നും അധികം ഇല്ലാത്തവർക്ക് ഒരു നേരം മതി. ഇവർക്കൊന്നും കുഴപ്പമില്ല. അതിലൊരാൾക്ക് മാത്രമേ ചുമ ഉണ്ടായിട്ടുള്ളൂ. ചുമ ഉള്ള ആൾക്ക് 2 തവണ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മളിത് തൊട്ടടുത്ത് വീടുകളിലൊക്കെ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഇതുപോലുള്ളതൊക്കെ ചെയ്യുന്നത് നല്ലതാട്ടോ. കാരണം എപ്പോഴും നമ്മളെ കയ്യിൽ ഒതുങ്ങൂലല്ലോ ചില കാര്യങ്ങൾ. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടിയിട്ട വെള്ളം കൊടുക്കുക, ഇഞ്ചി എന്തെങ്കിലും കുത്തിയിട്ട വെള്ളം കൊടുക്കുന്നുണ്ടാവും, ആര്യവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടാവും. ചില സമയത്ത് നമ്മൾ വിചാരിച്ച പോലല്ല. അവരെ വീട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ ന്യൂസ് എന്താ വെച്ചാല് ഒരു കുഴപ്പമില്ലായിരുന്നു, ചെറിയൊരു ചുമ പോലെ ഉണ്ട്, വലിയ പ്രയാസമൊന്നും ഇല്ലാതെ ഓടി ചാടി നടക്കുന്ന കോഴി പെട്ടെന്നൊന്ന് ചത്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ വേറെയും ചത്തു. അങ്ങനെ ഒരു 10, 12 കോഴിന്റെ അടുത്തറ്റ ചത്തു എന്നാണ് കേൾക്കുന്നത്. അത് കേട്ടപ്പോ പിന്നെ നമ്മളെ അടുത്തുള്ള കോഴികൾ ഇതേപോലെ ഓരോന്നായിട്ട് എണ്ണം കുറഞ്ഞാൽ കഴിഞ്ഞില്ലേ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങി വളർത്തി ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ നമ്മള് ശ്രദ്ധ കുറവുണ്ടായാൽ അങ്ങനെ തന്നെ. ഇതാണ് ഈ മെഡിസിൻ കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയതാണ്. ഇത് കാൽസ്യം, വൈറ്റാമിൻ ഡി ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ക്യാപ്സൂളാട്ടോ. പതുക്കെ ഒന്ന് നടുവൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ പെട്ടെന്ന് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. നല്ല കട്ടിയുള്ളതൊന്നുമല്ല. അപ്പൊ ഇത് വെള്ളത്തിലിട്ട് അലിയിച്ചിട്ട് ഞാൻ കൊടുക്കാൻ വെച്ചേ. അപ്പൊ ഇതെന്താ വെച്ചാൽ മുട്ടയിടാത്ത കോഴികൾക്കും പറ്റും, അവർക്ക് കൊടുക്കാം, അല്ലാത്തവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണെന്നാ പറഞ്ഞത്. കാൽസ്യം, വൈറ്റമിൻ ഡി ഒക്കെ ഇപ്പൊ എല്ലാ കോഴികൾക്കും വേണ്ടേ, മുട്ടയിടാൻ വേണ്ടി മാത്രമല്ല. അപ്പൊ ഞാൻ ഈ കോഴികൾക്ക് എന്ത് ചെയ്തു, എല്ലാവർക്കും കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അല്പം വെള്ളത്തിലേക്ക് ഇതിട്ട്. ഇത് കണ്ടോ കുതിർന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. ചില സമയത്ത് നമുക്കിത് പൊടിച്ചിട്ടിട്ട് അങ്ങനെയും കൊടുക്കാൻ പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടും. ഇതിപ്പോ അല്പം ഇതാക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോ തന്നെ പൊടിഞ്ഞു കിട്ടും. എത്ര പെട്ടെന്ന് അത് ജീർണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, വെള്ളം പെട്ടെന്ന് കുടിച്ചിട്ട് അത് ജീർണിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കോലെടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ. പൊടിഞ്ഞത് പൗഡറായിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. ഇത് ലയിച്ചു കേട്ടോ, വെള്ളത്തിലേക്ക് ലയിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേറെ അഡീഷണൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു വെള്ളം മാത്രം അവിടെ കുടിവെള്ളമായിട്ട് വെച്ച് കൊടുക്കും. അപ്പൊ അവർക്ക് വേറെ വെള്ളമൊന്നും കിട്ടാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തോളും, ഇതന്നെ എല്ലാവരും ഇടക്ക് വന്നിട്ട് എടുത്ത് കുടിച്ചോളും. അപ്പൊ അവർ ഇടക്കിടക്ക് ഇതിൽ വന്നിട്ട് എടുത്ത് കുടിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഈ വെള്ളം, അവർക്ക് വൈറ്റാമിൻ ഡിയും ഒക്കെ അവർക്ക് കിട്ടിക്കോളും, കാൽസ്യം ഒക്കെ കിട്ടിക്കോളും. അങ്ങനെ നമ്മളൊരു 10, 15 ദിവസം കൂടുമ്പോൾ ഒക്കെ അങ്ങനെ ചെയ്താല് അങ്ങനെ അസുഖമില്ലാതൊക്കെ കോഴികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടോ. ഈ മഞ്ഞ വെള്ളം നമ്മൾ ഡ്രോപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ മെഡിസിൻ ആണിത്, നേരത്തെ കൊടുത്തതിന്റെ ബാക്കി ഇതിലേക്ക് ഇറ്റിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഏറൊന്നുമില്ല. എന്തായാലും ബാലൻസ് ഉള്ള ഇനി ബോട്ടിലാക്കണ്ടെന്ന് കരുതിയിട്ടാ. അപ്പൊ നിങ്ങൾക്ക് തന്നെ കോഴികളെ പിടിച്ച് കൊടുക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ വെള്ളം കൂടരുത്, അല്പ വെള്ളത്തിൽ. കാരണം 10 തുള്ളി വെച്ചൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ 2 നേരം. 10 തുള്ളി രാവിലെയും 10 തുള്ളി. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഏകദേശം ഒന്ന് കണക്കാക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇവനെന്താ പണിയെന്നറിയോ, കാര്യമായിട്ട് ഈ കോഴികൾക്കുള്ള ഒരു പ്രത്യേകത, നമ്മൾ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മരട്ടാണ് ഇവർ മാന്തി. അവിടെ മാത്രമേ ഇവർക്ക് പണി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് അത്ര പണി ഞാൻ കണ്ടിട്ടില്ല.
ഇത് ചുറ്റും കല്ലൊക്കെ വെച്ചതുകൊണ്ട് അതിൻ്റെ മരട്ട് അങ്ങനട് വലിയ പണി വന്നില്ല. ഞാനത് ഒന്ന് ശ്രദ്ധിക്കാറാണ്, ഇവരെ അടുത്ത് അങ്ങനെ വെച്ച് കൊടുക്കാറില്ല. ഇതൊന്നും അവിടെ വളർന്നത് കൊണ്ട് കല്ലൊക്കെ വെച്ച് സംരക്ഷിച്ചു. കുറേ ദിവസമായിട്ട് അവിടെ ഇപ്പം പ്രശ്നമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ എന്താ ഇനി നേരത്തെ പിടിച്ച പോലെ പിടിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള മട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏതായാലും ഇവരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചെടിക്കൊക്കെ നനക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഇവിടെ കരുതിയിട്ടുണ്ട്. ഈ കോഴിനെ ഒന്ന് ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഫോട്ടോ എടുത്താൽ നോക്കിയതാ. വീഡിയോ എടുത്തപ്പോൾ ഇവൻ അങ്ങനെ പോസ് ചെയ്ത് നിന്നിരുന്നുണ്ട്. അവന് മനസ്സിലായി തോന്നുന്നുണ്ട് വീഡിയോ പിടിക്കുകയാണെന്ന്. പെട്ടെന്ന് പോകുന്നൊന്നുമില്ല. അവൻ്റെ അടുത്തേക്ക് ഞാനൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഇവന് പോകുന്നൊന്നുമില്ല. ഇവൻ നിൽക്കന്നെ. ഇവന് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് സീരിയസ് ആയിട്ട് തന്നെ നിന്ന് കൊടുക്കാന്ന്. അതായത് ഇവന് പോസ് ചെയ്ത് നിന്നിരാണ്, വീഡിയോ ആണെന്നൊക്കെ നല്ലോണം തിരിഞ്ഞിട്ടുണ്ട് എന്നാ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ചെടി ഇത് കല്ലൊക്കെ വെച്ച് സംരക്ഷിച്ചതുകൊണ്ട് അതവിടെ ബാക്കിയായി കിട്ടി. അല്ലെങ്കിൽ അവരെ കൈയും കാലൊക്കെ അതിൻ്റെ അകത്തേക്കായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാത്തിനും വെള്ളം നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു തക്കാളി തൈ ഒരു ഒരു ഗ്രോ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ മരത്തിൻ്റെ മൂട്ടിൽ ഇവിടെ തന്നെ ആയതുകൊണ്ട് കോഴികൾ അതിലൂടെ പെട്ടെന്ന് പോകുമ്പോൾ അവർക്ക് അവിടെ എത്തുമ്പോൾ ഒരു മറവി കിട്ടുന്നുണ്ട്. എന്താ അറിയില്ല, മറക്കുന്നുണ്ട്. ഞാൻ അവിടെ വെച്ച് കൊടുത്തത് എന്തോ ഭാഗ്യത്തിന് അതിൽ കയറി ഇതാക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതും വെള്ളം ഏതായാലും ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ, സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചിട്ടാണ് ഞാൻ വരാറുള്ളത്. അമ്മമാരത് അതൊക്കെ ഏതാണ്ട് തിന്ന് തീർത്ത് പിന്നെ കുറച്ചും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുതിർന്നതുകൊണ്ടാണോ അറിയില്ല, ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബ്ലാക്ക് കോഴിക്ക്. അപ്പം ഇതെങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം, ഇത് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റില്ല. കാരണം ചില മെഡിസിൻ എന്തോ അവർ യൂസ് ചെയ്ത് കലക്കിയിട്ടാണ് തരുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തേക്ക് എടുത്ത് തണുപ്പൊക്കെ പോയതിന് ശേഷം കോഴികൾക്ക് കൊടുത്താൽ മതി. അപ്പം നമ്മളിത് ഈ ബോക്സിലാക്കി വെച്ചിട്ടുള്ള ആ പൗഡറും ഗുളികയാണ് കേട്ടോ, ടാബ്ലറ്റ്. അപ്പം അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം എടുത്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ മതി. എന്നാൽ നമുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എടുത്ത് വെക്കണം. അപ്പം നമുക്ക് ഇതുപോലെയുള്ളതൊക്കെ നേരത്തെ തന്നെ അസുഖം വരാൻ വെയിറ്റ് ചെയ്യാതെ ഹോസ്പിറ്റലിലൊക്കെ അടുത്തുണ്ടെങ്കിൽ മൃഗഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് അന്വേഷിച്ച് വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റോക്ക് വെച്ചാൽ മതി. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുന്നു. ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.